ഒറ്റ ക്ലിക്കിൽ വിരൽത്തുമ്പിൽ കിട്ടുന്ന സൗകര്യങ്ങൾക്ക് പിന്നാലെ പായുന്നവരാണ് ഇന്ന് മനുഷ്യർ. അത് മുതലാക്കി തട്ടിപ്പിനായി വലവിരിച്ച് കാത്തിരിക്കുന്നവരുടെ ശൃംഖല ലോകരാഷ്ട്രങ്ങളിലാകെ വ്യാപിച്ചു കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ. സാധാരണക്കാർ മുതൽ കോടീശ്വരന്മാരോ എന്തിന് പുരോഹിതർ വരെ ഈ കെണിയിൽ പെട്ടുപോകുന്നവരുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് ബിഷപ്പ് മാർ കൂറിലോസ് ഇത്തരം തട്ടിപ്പിന് ഇരയായത്. ഇപ്പോഴിതാ ലോകത്തെ സൈബർ തട്ടിപ്പുകളുടെ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. റാങ്കിംഗ് പ്രകാരം ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 10ാം സ്ഥാനത്താണുള്ളത്. എന്നാൽ കേരളവും ഒട്ടും പുറകോട്ടല്ല. 2019 മുതൽ ഈ വർഷം ഏപ്രിൽ വരെയുള്ള സംസ്ഥാന സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2019 307 സൈബർ കുറ്റകൃത്യങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. 2020 ഇത് 426 ഉയർന്നു. 2021, 2022, 2023 വർഷങ്ങളിൽ കേസുകൾ 626, 773, 3295 എന്നിങ്ങനെ കുത്തനെ വർദ്ധിച്ചു. 2024 ഏപ്രിൽ വരെ മാത്രം 1144 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. റാൻസംവെയർ, ക്രെഡിറ്റ് കാർഡ് മോഷണം, ഡാറ്റ ഐഡന്റിറ്റി മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് പെരുകി വരുന്നത്. 2024 ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ 7,40,000 സൈബർ ക്രൈം പരാതികളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതോടെ 2024 ആദ്യ 4 മാസങ്ങളിൽ മാത്രം ഇന്ത്യക്കാർക്ക് 1,750 കോടി രൂപ സൈബർ കുറ്റകൃത്യങ്ങൾ വഴി നഷ്ടമായി. ഇപ്പോൾ സൈബർ ലോകത്തെ ഏറ്റവും പുതിയ തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അന്വേഷണ ഏജൻസികൾ എന്ന വ്യാജേനയാണ് പല ഇരകളും തട്ടിപ്പിൽപ്പെടുന്നത്. ഡിജിറ്റൽ അറസ്റ്റ് കേസുകളിൽ കുറ്റവാളികൾ പലപ്പോഴും ആളുകളെ വിളിച്ച് മയക്കുമരുന്ന്, വ്യാജ പാസ്പോർട്ടുകൾ പോലുള്ള നിയമവിരുദ്ധ വസ്തുക്കളുള്ള പാക്കേജ് അയച്ചുവെന്നോ സ്വീകരിച്ചുവെന്നോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ചിലപ്പോൾ ഇവർ ഇരയുടെ കുടുംബാംഗങ്ങളെയോ സുഹൃത്തുക്കളെയോ വിളിച്ച് വ്യക്തി പ്രശ്നത്തിലാണെന്നോ അവരുടെ കസ്റ്റഡിയിലാണെന്നും അവകാശപ്പെടും. കുറ്റവാളികൾ പലപ്പോഴും വ്യാജ പാസ്പോർട്ട് ഫോട്ടോകളോ ഐഡന്റിറ്റികളോ ആണ് കുറ്റകൃത്യത്തിനായി ഉപയോഗിക്കുക. കേസ് ഒത്തുതീർപ്പാക്കാൻ അവർ ഇരയോട് പണം ആവശ്യപ്പെടും. ചില കേസുകളിൽ അവർ ഇരകളെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യും. കുറ്റവാളികൾ പണം നൽകുന്നതുവരെ സ്കൈപ്പിലോ മറ്റു വീഡിയോ കോളിലോ എത്തുകയും ചെയ്യും. ഈ വിധത്തിലുള്ള തട്ടിപ്പിനാണ് മാർ കൂറിലോസ് ഇരയായത്. എന്നാൽ സ്ഥാപിത നിയമപ്രകാരം ഡിജിറ്റൽ അറസ്റ്റ് എന്ന സംവിധാനം ഇല്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സ്കൈപ്പ് അക്കൗണ്ടുകൾ വഴിയാണ് പല കുറ്റകൃത്യങ്ങളും നടക്കുന്നത്. പലരിൽ നിന്നായി പണം തട്ടി ലക്ഷങ്ങളും കോടികളും ലഭിക്കുന്നതിനാണ്. കുറച്ചുപേർ പിടിക്കപ്പെട്ടാലും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഒന്നും സംഭവിക്കാനില്ല. പലർക്കും മൊബൈൽ ഫോൺ എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കണമെന്നറിയില്ല. ഇതാണ് പലരെയും ഇത്തരം കെണികളിൽ പെടുത്തുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ മറ്റു സുരക്ഷിതമല്ലാത്ത വെബ്സൈറ്റുകളിൽ നിന്ന് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നത്, വ്യാജ ആപ്പുകളിൽ നിന്ന് വായ്പയെടുക്കുന്നത് തുടങ്ങി അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന അബദ്ധങ്ങളാണ് പലരെയും കുരുക്കിൽ ചാടിക്കുന്നത്. മോത്തിലാൽ ഓസ്വാർ ഫിനാൻഷ്യൽ സർവീസിന്റെ വ്യാജ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് 14 ലക്ഷം രൂപ ഒരാൾക്ക് ഈ അടുത്ത് നഷ്ടപ്പെട്ടിരുന്നു. പ്രസ്തുത വ്യക്തി ഫേസ്ബുക്കിൽ വന്ന പരസ്യത്തിൽ നിന്നുള്ള ലിങ്ക് ഉപയോഗിച്ചാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്തത്. ഓഹരി വാങ്ങാൻ 14 ലക്ഷം രൂപ നിക്ഷേപിക്കുകയും ചെയ്തു. കുറച്ചു നാളുകൾ വാങ്ങിയ ഓഹരികൾ കുതിച്ചുയരുന്നതിനാലും വർദ്ധിക്കുന്നതായും ആപ്പിൽ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ലാഭവിഹിതം അക്കൗണ്ടിലേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം തിരിച്ചറിയുന്നത്. മൊബൈൽ ഫോണിന്റെ വരവോടുകൂടി വ്യക്തിഗത വിവരങ്ങൾക്ക് യാതൊരു സുരക്ഷിതയും ഇല്ലാതായിരിക്കുകയാണ്. വലിയ തുകയാണ് അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെടുന്നതെങ്കിൽ ഒറ്റത്തവണ എടുക്കാൻ കുറ്റവാളിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ പണം ഗേറ്റ്വേയിൽ തടഞ്ഞു വെക്കും. സൈബർ കുറ്റവാളികളുടെ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, നെറ്റ്വർക്കുകൾ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവ പരിശോധിക്കുന്ന ഉയർന്ന വൈദഗ്ധ്യമുള്ള ഡിജിറ്റൽ ഫോറൻസിക് അനലിസ്റ്റുകളുണ്ട്. ഉയർന്നുവരുന്ന സൈബർ ഭീഷണികൾ തിരിച്ചറിയുന്നതും അന്വേഷണ ശ്രമങ്ങൾക്ക് മുൻഗണന നൽകുന്നതുമായ സർക്കാർ ഏജൻസികൾ, സ്വകാര്യ മേഖലാ പങ്കാളികൾ, അന്താരാഷ്ട്ര നിയമനിർവഹണ ഏജൻസികൾ എന്നിവ ഉൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കും. സൈബർ കുറ്റകൃത്യങ്ങളുടെ ഇരകളെ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ ഉടൻ പരിശോധനകൾ ആരംഭിക്കും. റിപ്പോർട്ടുകൾ വിശകലനം ചെയ്യുന്നതിലൂടെ സൈബർ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിലെ ട്രെൻഡുകളും പാറ്റേണുകളും തിരിച്ചറിയാനും അതനുസരിച്ച് അന്വേഷണം നടത്താനും ഉദ്യോഗസ്ഥർക്ക് കഴിയും. സൈബർ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും അവരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനും സാങ്കേതിക വൈദഗ്ധ്യം, രഹസ്യാന്വേഷണ ശേഖരണം, സജീവമായ അന്വേഷണ സാങ്കേതിക വിദ്യകൾ എന്നിവ സമന്വയിപ്പിക്കുന്ന അന്വേഷണ രീതിയാണ് അവലംബിക്കുക.